സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചു. ഇതോടെ മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി റിയാദിലെ സഹായ സമിതി അറിയിച്ചു. ഏത് നിമിഷവും നടപടി പൂർത്തിയായി സ്വദേശത്തേക്ക് മടങ്ങാനുള്ള എക്സിറ്റ് വിസ കിട്ടുമെന്ന പ്രതീക്ഷയിലാണെന്നും സമിതി കൂട്ടിച്ചേർത്തു. തീർച്ചയായും പെരുന്നാളിന്റെ അവധിക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ശിക്ഷ കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് രാജ്യത്തേക്ക് കയറ്റിവിടും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അവിടുന്ന് കിട്ടും. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. റഹീമിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊന്നും വരില്ല, വരാനിന് ദിവസങ്ങളെടുക്കും. ഇനി വല്ലാത്തൊരു ബേജാറ് പെരുന്നാൾ കഴിയുമോ എന്നുള്ളതാണ്. കാരണം 20 വർഷത്തെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പുറത്തേക്ക് വിടില്ല. ആദ്യം അവരെ ഇങ്ങനെ തടവ് പുള്ളികളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അവരെ താമസിക്കുന്ന ഷെൽട്ടറിലേക്ക് മാറ്റും. എന്നിട്ട് അവർക്ക് എക്സിറ്റ് വിസ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമാണ് അവരെ നാട്ടിലേക്ക് കയറ്റിവിടുക. ഈ ഒരു ബലിപെരുന്നാളിൻ്റെ അവധികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് പെരുന്നാളിൻ്റെ മുൻപ് ആവുമോ എന്നുള്ളതാണ്. ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ 20 വർഷത്തിലേറെയായിട്ട് ഉമ്മ കാത്തിരിക്കുന്നത് ആ പൊന്നുമോൻ്റെ വരവിനാണ്. ഈ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഒരു 1046 കോടി രൂപ കളക്ട് ചെയ്തിരുന്നു. അതിലിനി 11 കോടി രൂപ ബാക്കിയുണ്ട്. ഈ 11 കോടി ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു സമിതി പറഞ്ഞത്, ഇത് റഹീം വന്നതിന് ശേഷം ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നിട്ട് വേണം തീരുമാനിക്കാം ആ 11 കോടി എന്ത് ചെയ്യണം. 11 കോടി ശരിക്കും ആ ഒരു മുഴുവൻ കോടികളും റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് നാട്ടുകാർ കൊടുത്തതാണ്. എല്ലാ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും കൂടി കൊടുത്താണ്. ഒരു 33 കോടി രൂപയാണ് അവൻ്റെ ചെലവിന് വേണ്ടി ആവശ്യമായത്. ബാക്കി 11 കോടി രൂപ ഉണ്ട്. ഈ 11 കോടി രൂപ മുഴുവൻ 11 കോടിയും റഹീമിന് കൊടുക്കണം. അതല്ല ഇത്ര കോടി. എൻ്റെ അഭിപ്രായത്തിൽ ആ 11 കോടിയിൽ ഒരു 5 കോടിയെങ്കിലും റഹീമിന് കൊടുക്കണം. കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു കാലം 2006 അദ്ദേഹം ഇവിടെ സൗദിയിൽ പോകുന്നത്. പിന്നെ അവിടെ ഈ കേസിൽ പെട്ട് ജയിലിലായി. നല്ലൊരു കാലം ജീവിതം നഷ്ടപ്പെട്ടു. ഇനിയൊരു കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കഴിയാൻ ഒരു 5 കോടി രൂപ റഹീമിന് കൊടുക്കുക. ബാക്കി തുക, ഈ 5 കോടി റഹീമിന് കൊടുത്തിട്ട് ബാക്കി തുക സമാനമായിട്ട് ഗൾഫിൽ ഇതേപോലെ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല. അങ്ങനെ ഓരോ മഹലിലും അല്ലെങ്കിൽ ഓരോ നാട്ടിലും അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കണം. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ആഗ്രഹിക്കണം, പഠിച്ചോരെ എനിക്ക് വീടില്ല, മറ്റതില്ല, മറിച്ചതില്ല, ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുക. കാരണം കിട്ടാൻ അർഹതയുള്ള ആളുകളായിരിക്കുമല്ലോ കിട്ടാൻ വേണ്ടി കൊതിക്കുക. എന്തായാലും ആ പണം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കരുത്. അതായത് ആ 11 കോടിയും റഹീമിന് എടുക്കുക എന്നുള്ളതല്ല, അവൻ്റെ വിഷമം കണ്ടപ്പോൾ നാട്ടുകാർ കൊടുത്തതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. ഒരു 5 കോടിയെങ്കിലും കൊടുക്കണം എന്നുള്ളത്. റഹീം ഇപ്പം ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ടാവുക ശിക്ഷാകാലാവധി കഴിഞ്ഞ റബ്ബേ ഇനി ഒന്ന് വേഗത്തിലെ ഉമ്മാനൊന്ന് കണ്ടിരുന്നെങ്കിൽ, നാട്ടിലേക്ക് എത്തിയിരുന്നെങ്കിൽ. സ്വാഭാവികമായിട്ടും സൗദി പോലൊരു രാജ്യത്ത് ഇന്നലെ തന്നെ അദ്ദേഹത്തെ റിലീസാക്കിയിട്ടുണ്ടാവുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. വളരെ കാലത്തെ ഒരു കാത്തിരിപ്പിന് വിരാമം തന്നെ ആവും എന്ന് തന്നെ പ്രതീക്ഷയിലാണുള്ളത്. മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം നാട്ടിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നാടും നാട്ടുകാരും ഒക്കെ തയ്യാറായിരിക്കുകയാണ്. ഈ പെരുന്നാളിന്റെ അവധിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ നിയമ നടപടികളും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും പെരുന്നാളിന്റെ അവധിക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ശിക്ഷ കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് രാജ്യത്തേക്ക് കയറ്റിവിടും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ തന്നെയുള്ളതാണ്. അത് 2006 അദ്ദേഹം നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് പോയത്. അവിടുന്ന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരു കൃത്യമായൊരു വിരാമമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. അങ്ങനെ 34 കോടി രൂപ ധനമായിക്കൊണ്ട് നമുക്ക് നൽകാൻ കഴിയുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കുടുംബം നൽകുകയും ചെയ്തത്. എന്തായാലും ആ നടപടികളൊക്കെയാണ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. നമ്മൾ അവരെ ആവശ്യപ്പെട്ട പൂർണ്ണമായും പണം നൽകുകയും നമ്മുടെ ഒരു വലിയ കൂട്ടായ്മ മലയാളികളും മറ്റു ആളുകളെല്ലാം നമുക്ക് സഹായം നൽകിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ബാക്കി വന്ന പണം നമ്മുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നീക്കിയിരിപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം റഹീം വന്നതിന് ശേഷം അത് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ട്രസ്റ്റ് ആലോചിച്ച് ഇത്തരം മറ്റ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. എത്ര രൂപയാണ് ഇപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ളത്? കൃത്യമായിട്ട് പറയണമെങ്കിൽ അത് പരിശോധിക്കേണ്ടതായിട്ട് വരും. 11.5 കോടിയിൽ പുറത്തേക്ക് ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അത് റഹീം വന്ന ശേഷമായിരിക്കും അത് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനം. തീർച്ചയായിട്ടും റഹീമിന്റെ മോചനത്തിന് ശേഷം മാത്രമേ നമ്മുടെ ബൈലോ പ്രകാരം നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ.
റഹീം അവിടെ വരുന്ന സമയത്ത് 20 കൊല്ലം മുമ്പുള്ള കേരളമാണ് ഒപ്പം ഉണ്ടാവുക. നല്ല റോഡ്, നല്ല അടിപൊളി കേരളം. ശരിക്കും മാറി റഹീം കരുതും ഞാൻ ഗൾഫിലേക്കാണ് എത്തിയിട്ടുള്ളതെന്നുള്ളത്. കാരണം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സത്യത്തിൽ ജയിലിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് ജാമ്യം കണ്ട് കിട്ടിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. പടച്ച റബ്ബേ, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. 42 ദിവസം ഞാൻ കിടന്ന എൻ്റെ ഒരു അനുഭവമുണ്ട്. ജയിലിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. പടച്ചോനെ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. 42 ദിവസം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ലൈഫിലുണ്ടായി. ഒരു പക്ഷേ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഏകദേശം ഒരു 14 ദിവസമൊക്കെ എനിക്ക് ജയിലിൽ കഴിഞ്ഞാൽ മതി, അപ്പോഴേക്കും ജാമ്യം കിട്ടും നമ്മൾ വിചാരിച്ചത്. അങ്ങനെ 14 ദിവസം കഴിയുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ ഒരു അവധി വരുന്നത്, 1 മാസത്തെ വേനൽക്കാല അവധി. ആ അവധി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കോടതിയിൽ എന്ത് ചെയ്യുള്ളൂ, കേസുകൾ പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് കേസുകളായിരിക്കണം. അതോടുകൂടിയിട്ട് എൻ്റെ പ്രതീക്ഷ പോയി. കാരണം ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടേണ്ടത്. പിന്നെ ആ 1 മാസം കഴിയണം. അങ്ങനെ ആ മാസം കഴിയുന്നത് ഒരു ഞായറാഴ്ചയാണ്. ആ ഹൈക്കോടതിയുടെ 1 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞൊരു ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഈ ഒരു വെക്കേഷൻ്റെ സമയം കഴിഞ്ഞ ഉടനൊന്നും ജാമ്യം കിട്ടില്ല, ഒരു പക്ഷേ ജാമ്യം കൊടുത്താലും അതൊക്കെ പേപ്പറിലൊക്കെ ആയിട്ട് വരാനൊരു 3 ദിവസം പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കരുതി ഇല്ല, ഈ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് ജാമ്യം കിട്ടില്ല, തിങ്കളും കഴിഞ്ഞ ചൊവ്വ ഒരു ബുധനാഴ്ച ആയിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം എനിക്ക് ഒന്നിടപെട്ട ദിവസം വീട്ടിലേക്ക് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചത്. അപ്പോൾ ഞായറാഴ്ച വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ ഹൈക്കോടതിയുടെ ഈ അവധിക്കാലം കഴിഞ്ഞാൽ നമ്മുടെ വിഷയം പരിഗണിക്കുന്നുണ്ട്, എന്തായാലും അറിയാം എന്നൊക്കെ കരുതിയിട്ട് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ തിങ്കളാഴ്ച എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കൊരു ദിവസം ഇടപെട്ടാണ് വിളിക്കാൻ പറ്റുക. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു, തിങ്കളാഴ്ചയും കിട്ടാനും പോണില്ല, ചൊവ്വാഴ്ചയും കിട്ടാൻ പോണില്ല, ബുധനാഴ്ച ഇൻഷാ അല്ലാ ഇറങ്ങാം എന്നൊരു മനസ്സിൽ വല്ലാത്തൊരു ഫീലിങ്. അങ്ങനെ തിങ്കളാഴ്ച വിളിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, ഞങ്ങളിതാ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്താനായിക്കണമെന്ന് പറയുമ്പോഴാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ജാമ്യം കിട്ടിയിരുന്നെന്നും എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ അങ്ങോട്ട് വരുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം ആലോചിച്ച് നോക്ക്. പിന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് ആ ഒരു ഉച്ച സമയത്താണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കറിയാം ഒരു 5 മണി സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. പേപ്പറുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുക കോടതിയിൽ നിന്ന് 5 മണിയാണ്. നമ്മൾ നേരത്തെ ജാമ്യം കിട്ടിയാലും ഈ 5 മണിക്ക് ശേഷം കിട്ടുള്ളൂ. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇരിക്കപ്പൊരുതിയില്ല. കാരണം ഒന്ന് അവിടെ നിന്ന് ഇറങ്ങാം, 5 മണിയും കഴിഞ്ഞ് 6 മണിയും കഴിഞ്ഞിട്ട് 6:30 ആയിട്ടും ഇവർ വരണില്ല. അങ്ങനെ 7 മണിയാവണ സമയത്താണ് ഇതിൻ്റെ ഓർഡർ ജയിലിൽ വരുന്നതും ഞാൻ ഇറങ്ങുന്നതും. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നൊരു സമയം എന്ന് പറയുന്നത് നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് മുഴുവനും വേഗത്തിലൊന്ന് ഇറങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ കരുതും ഇയാൾ എന്തോ ഒരു ആരെങ്കിലും കൊന്നിട്ട് ചെയ്യലും. അല്ലല്ല, ഞാൻ ചെയ്തൊരു ന്യൂസിന് ആ ന്യൂസിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, റഹീമിന് എത്രയും പെട്ടെന്ന് മോചനം ഉണ്ടാവട്ടെ. ഇന്ന് തന്നെ വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അൽഹംദുലില്ലാ, ആ ഉമ്മ സന്തോഷിക്കുന്നുണ്ടാവും. ഇനി പെരുന്നാളിൻ്റെ മുൻപ് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പെരുന്നാളിൻ്റെ ശേഷമാണെങ്കിലും വേഗത്തിൽ ആ ഉമ്മാൻ്റെ അരികിലേക്ക് ആ മകൻ എത്തുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അതാണ് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. ബാക്കിയുള്ള ഈ 11 കോടി എന്താ ചെയ്യുക? 11 കോടിയിൽ 5 കോടിയെങ്കിലും റഹീമിന്. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനൊരാളൊരു ചരിത്രം ഞാൻ പറയും, ആ ചരിത്രത്തിലുള്ള ആൾ ആരാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു യുവാവ്, ആ യുവാവ് ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പ്രവാചകൻ്റെ കൂടെ വളർന്നൊരു യുവാവാണ്. പ്രവാചകൻ്റെ കുടുംബക്കാരനാണ്. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ വളർന്ന് പ്രവാചകൻ്റെ എല്ലാ സ്വഭാവങ്ങളും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും സ്വായത്തമാക്കിയൊരു യുവാവ്. പിന്നീട് പ്രവാചകൻ്റെ പുന്നാര മകളെ തന്നെ ആ യുവാവ് കല്യാണവും കഴിച്ചു. സത്യത്തിൽ അദ്ദേഹം ഒരു ദരിദ്രനായൊരു മനുഷ്യനാണ്. വിവാഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം പടയങ്കികളും ആയുധങ്ങളും വരെ പണയം വെച്ചിട്ടാണ് മഹർ പോലും കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെ വളരെ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ സ്വന്തം മകളെ പ്രവാചകൻ അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദാമ്പത്യം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഇവർക്ക് 5ഓളം മക്കളുണ്ടായി. ഈ ഒരു മക്കളെക്കൊക്കെ പേരിട്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. കാരണം ഹബീബായ നബി ആ പേരക്കുട്ടികളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. കാലങ്ങളേറെ കഴിഞ്ഞു. ഹബീബായ നബിയുടെ പുന്നാര മകൾ മരണപ്പെട്ട ശേഷമാണ് ഈ ഒരു യുവാവിന് മരണം സംഭവിക്കുന്നത്. ആ യുവാവിൻ്റെ മരണം സംഭവിച്ചു തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്താ പറയുക, ചതിച്ചിട്ട് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണ്. ആരാണ് ഈ യുവാവ് എന്നുള്ളതാണ് ചോദ്യം. യുവാവ് എന്ന് പറയുമ്പോൾ മരണപ്പെടുന്ന സമയത്ത് യുവാവല്ല, കുറേ ഘടകങ്ങൾ ഞാൻ പറഞ്ഞു. ഹബീബായ നബിയുടെ വീട്ടിൽ വളർന്ന ഒരാളാണ്, ഇവിടെ സ്വഭാവം സ്വായത്തമാക്കിയ ഒരാളാണ്. നബി അറിവിൻ്റെ കവാടമാണ് എന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാനാണ് അറിവിൻ്റെ പട്ടണമെങ്കിൽ ഈ ഒരു യുവാവാണ്, ഈ മനുഷ്യനാണ് അറിവിൻ്റെ കവാടം എന്ന് നബി വിശേഷിപ്പിച്ച ഉന്നതമായ വ്യക്തിത്വമുള്ള ആത്മീയതയുടെ രാജകുമാരനാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു യുവാവിൻ്റെ സവിശേഷതകളൊക്കെ ഞാൻ പറഞ്ഞു.
ആ യുവാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മഖാമുള്ളത് ഇറാഖിലാണ്. ബാക്കിയുള്ള സ്വഹാബികളേതൊക്കെ മദീനയിലാണെങ്കിൽ ഇതുള്ളത് ഇറാഖിലാണ്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ ഞാൻ പറഞ്ഞ ഈ യുവാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.